നമസ്കാരം. ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജി.ആർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ റോബോട്ടിക് ഡെന്റിസ്ട്രി വരുന്നുണ്ട്. അതായത് പല മേഖലകളിലും റോബോട്ടിക് ആയിട്ടുള്ള ഡിവൈസസ് യൂസ് ചെയ്തിട്ട് സർജറി നടക്കുന്നുണ്ട്. സർജിക്കൽ റോബോട്ട്സ് ഉണ്ട്, ഡെന്റൽ അസിസ്റ്റിംഗ് റോബോട്ട്സ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിക് ടൂൾ എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഈ റോബോട്ട്സിനെ വേണ്ടതെന്ന് പറഞ്ഞാൽ പല ഏരിയയിൽ നമുക്കിതിനെ വിന്യസിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കോമൺ ആയിട്ട് സർജറി ഒരു ആസ്പെക്റ്റിലാണ് കൂടുതലായിട്ടും ഈ റോബോട്ടിക് ആയിട്ടുള്ള ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഈ റോബോട്ട്സ് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ ഇത് ഫോർത്ത് ആം ആയിട്ടൊക്കെ പറയാം. അതായത് നമ്മൾ നോർമലി ഉള്ള സർജൻസ് ചെയ്യുന്ന വർക്കിന് ഒരു ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അഡ്ജങ്ക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ആമാണ് റോബോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള റോബോട്ട്സിൻ്റെ വരവ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലാവട്ടെ റോബോട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് വളരെയധികം വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു മേഖലയെന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഡെന്റി ഫ്രീ റോബോട്ട്സ് എന്ന് പറയാറ്. നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ നാനോ ആയിട്ടുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോയെക്കാളും ചെറിയ പാർട്ടിക്കിളാണ് നാനോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണയായിട്ട് മോണരോഗങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിൻ്റെ പാളിയായിട്ടുള്ള ഡെന്റൽ പ്ലാക്ക് എന്ന് പറയുന്നത്. ഈ ഡെന്റൽ പ്ലാക്ക് കാലാന്തരത്തിൽ ഘനീഭവിച്ചിട്ട് അത് ഡെന്റൽ കാൽക്കുലസ് ആയിട്ടൊക്കെ ഒരു രൂപഭേദം സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി കട്ടിയാവുന്ന സമയത്ത് പിന്നീട് നമുക്കൊരു ഡെന്റൽ ക്ലീനിങ് എക്യുപ്മെൻറ്റ് സ്കെയിലർ എന്ന് പറയും. ആ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ അതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സാധാരണയായിട്ടുള്ള നമ്മുടെ റുട്ടീനായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രഷിംഗ് ടെക്നിക്ക് വഴി ഇത്തരത്തിലുള്ള അഴുക്കുകളൊന്നും നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഈ അഴുക്ക് അവിടെ ഇരുന്നിട്ട് ഒരു നീർവീക്കം ഉണ്ടാകുന്ന സമയത്താണ് അത് മോണരോഗമായിട്ട് മാറുന്നത്. അപ്പോൾ മോണരോഗം ആവുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മുടെ മോണയെന്ന് പറയുന്നത് നമ്മൾ പുറത്ത് കാണുന്ന ഈ സോഫ്റ്റ് ടിഷ്യൂ മൃദുവായിട്ടുള്ള കോശങ്ങൾക്കോടൊപ്പം തന്നെ ഉള്ളിലുള്ള അസ്ഥിയുടെ ഭാഗം കൂടിയുണ്ട്. അപ്പോൾ അസ്ഥിയെ കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ആ അസ്ഥിക്ക് ഭ്രംശം സംഭവിച്ച് പല്ലുകൾക്ക് ഇളക്കം വരാനൊക്കെ കാരണമാവും. അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണ അവശിഷ്ടങ്ങൾ പലപ്പോഴും കൃത്യമായിട്ട് നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല്ലുകളുടെ ഇടയിൽ പറ്റിപ്പിടിച്ചിരുന്നിട്ട് അതും അവിടെ പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്രത്യേകിച്ച് ഒരു 6 മാസം കൂടുമ്പോൾ പല്ല് വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അവിടെയും നമ്മുടെ ഈ റോബോട്ടിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡെന്റി ഫ്രീ റോബോട്ട്സ് എന്നുള്ളൊരു സംവിധാനമുണ്ട്. ഡെന്റി ഫ്രീ റോബോട്ട്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സസ്റ്റെയിൻഡ് ആയിട്ട് ലോക്കൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് കൊടുക്കാം. ലോക്കൽ ഡ്രഗ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ചില മരുന്നുകൾ നമ്മുടെ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളെക്കാൾ കൂടുതലായിട്ട് മോണയുടെ ഉള്ളിൽ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ടെട്രാസൈക്ലിൻ പോലെയുള്ള അല്ലെങ്കിൽ മെട്രോനെഡസോൾ പോലെയുള്ള ചില മരുന്നുകളുണ്ടാവും. അപ്പോൾ അവ കൂടുതലായിട്ട് നമുക്ക് ലോക്കലായിട്ട് അവിടെ കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവ് എന്ന് പറയുന്നത് അവിടെ ലോക്കലൈസ്ഡ് ആയിട്ട് അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ മോണയിലൊരു ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ തന്നെ ഡെപ്പോസിറ്റ് ആവുന്ന ഡ്രഗ്സ് ആണെങ്കിൽ കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നോർമലി നമ്മൾ അതിനുള്ള ചില ഫൈബേഴ്സ് ടെട്രാസൈക്ലിൻ കോട്ടഡ് ആയിട്ടുള്ള ഫൈബേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അത് ഇത് ചെയ്തിട്ടുള്ള ചില പാച്ചസ് ആയിട്ട് ഇത് ഈ ചില മരുന്നുകൾ ഇപ്പോൾ ക്ലോർഹെക്സിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോട്ടഡ് ആയിട്ടുള്ള പാച്ചസ് ഒട്ടിച്ച് വയ്ക്കാറുണ്ട്. പെരിയോ പാച്ച് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പെരിയോ ചിപ്പ് എന്നൊക്കെ പറയാറുണ്ട്. മിനോസൈക്ലിൻ്റെ തന്നെ അരസ്റ്റിൻ പോലെ ചില മൈക്രോസ്പിയേഴ്സ് ആയിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ മോണയുടെ അകത്തേക്ക് നിക്ഷിപ്തമാകുന്ന രീതിയിൽ ഒന്ന് അവിടെ നിന്ന് നിക്ഷേപിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരു മോഡിഫൈഡ് വേർഷനാണ് ഈ ഡെന്റി ഫ്രീ റോബോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മരുന്നുകളും മറ്റ് ഈ രാസപദാർത്ഥങ്ങളും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അവിടെ നിക്ഷേപിക്കാനും അതുവഴി നീർവീക്കം കുറച്ചിട്ട് നമുക്ക് മോണരോഗം തടയാനും സാധിക്കും. അപ്പോൾ 2 രീതിയിലുള്ള റോബോട്ടിക് സിസ്റ്റംസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് നമ്മുടെ ഈ സർജറീസിലൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റോബോട്ടിക് സർജിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. അതോടൊപ്പം തന്നെ നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള നാനോ റോബോട്ടിക് സിസ്റ്റം നമുക്ക് മോണരോഗം തടയാനായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ വളരെ വേരിയസ് ആയിട്ടുള്ള വേർഷൻസ് നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് കൂടുതലായിട്ടുള്ള ഉപയോഗം നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങുന്നതായിരിക്കും. നമസ്കാരം.